റഷ്യ യുക്രൈൻ യുദ്ധം ഒരു പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ആദ്യകാലങ്ങളിൽ യുദ്ധത്തിന്റെ ഭീതിയെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്ന യുക്രൈൻ ജനതയ്ക്കും ഭരണകൂടത്തിനും ഇന്ന് യുദ്ധമെന്ന് കേൾക്കുമ്പോൾ അത്ര പേടിയൊന്നുമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവരുടെ രാജ്യം യുദ്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ മിസൈലുകളെയോ അല്ലെങ്കിൽ റഷ്യൻ ആയുധങ്ങളെയോ ആദ്യകാലങ്ങളിൽ ഭയന്നതുപോലെ ഇന്ന് അവർ ഭയക്കുന്നില്ല. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് അവർ ഇന്ന് പഠിച്ചിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്താൽ റഷ്യൻ ആക്രമണങ്ങളെ അതിജീവിക്കാം, സുരക്ഷിതമായി മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് ഇന്ന് അവർക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ നോളജുമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയെ തിരിച്ചാക്രമിക്കുന്നതിൽ വളരെയധികം ഒരു വേഗതയും ഒരു മികവും യുക്രൈൻ കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയിൽ ഇപ്പോൾ ഭീതി ജനിപ്പിക്കുകയാണ്. റഷ്യയുടെ ഉള്ളിലേക്ക് കടന്ന്, അതായത് 1000 മുതൽ 1500 കിലോമീറ്റർ വരെ അകത്ത് റഷ്യയ്ക്കുള്ളിൽ മോസ്കോയിൽ ഒക്കെ വലിയ ആക്രമണം നടത്താൻ ഉക്രൈന് കഴിയുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ആരാണ് ഇപ്പോൾ ജയിച്ചത് എന്ന് പറയുന്നതിലുപരിയായിട്ട് റഷ്യ തീർച്ചയായിട്ടും യുദ്ധത്തിൽ ഒരുപാട് സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം ഇപ്പൊ യുദ്ധം മുന്നോട്ട് പോകുന്നില്ല. ഒരു ദിവസം 10-15 മീറ്ററൊക്കെ മാത്രമാണ് റഷ്യൻ സൈന്യത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത്. ചിലയിടങ്ങളിലൊക്കെ യുക്രൈൻ സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഷ്യ ഇപ്പോഴും യുദ്ധത്തിൽ മേൽക്കൈ നേടുന്നു എന്ന് പറയുമ്പോൾ തന്നെ റഷ്യക്ക് തിരിച്ചടി ഉണ്ടാവുന്നത് തുടർച്ചയായിട്ട് സംഭവിക്കുന്നുണ്ട്. അതായത് വലിയ ആക്രമണങ്ങൾ റഷ്യക്ക് നേരിടേണ്ടി വരികയാണ്. ഒരു കാലത്ത് യുക്രൈൻ ജനതയ്ക്ക് ഉണ്ടായിരുന്ന ഭയം ഇന്ന് റഷ്യൻ ജനതയ്ക്ക് തോന്നി തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ റഷ്യ ആണവായുധം ഉപയോഗിച്ചേക്കും എന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. ചൈന റഷ്യയോട് പറഞ്ഞു അത്രേ, നിങ്ങൾ ഒരിക്കലും ആണവായുധം ഉപയോഗിക്കരുത്, അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും എന്ന് പറഞ്ഞു എന്ന് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും റഷ്യയുടെ മുന്നിൽ പിന്നെ എന്ത് വഴിയാണുള്ളത്? ഒരു പരമ്പരാഗത യുദ്ധമായിട്ട് ഇത് നീണ്ടുപോകുന്നത് ഇനി അങ്ങോട്ട് നഷ്ടങ്ങൾ വരുത്താൻ പോകുന്നത് റഷ്യക്കാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിനൊരു ഒരു എൻഡ് ഉണ്ടാവേണ്ടത് സത്യത്തിൽ ഈ ഘട്ടത്തിൽ റഷ്യയുടെ ആവശ്യമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് അവസാനിപ്പിക്കും? യുക്രൈൻ പെട്ടെന്നൊന്നും അടങ്ങാൻ പോകുന്നില്ല. റഷ്യയെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി തകർത്തിട്ടല്ലാതെ നാറ്റോയും അമേരിക്കയും പിൻവാങ്ങുകയുമില്ല. റഷ്യയെ വീണ്ടും വളരാൻ അനുവദിച്ചാൽ തങ്ങൾക്കത് പണിയാകുമെന്ന് നാറ്റോ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഇനി റഷ്യ ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അമേരിക്ക എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ലോകം തന്നെ നേരിടുന്ന വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ്. ഈ വിഷയത്തിൽ അമേരിക്ക ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നത് തന്ത്രപരമായ അവ്യക്തത എന്ന ഒരു നിലപാടാണ്. അതായത് ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും, അത് എങ്ങനെയാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, അത് മുൻകൂട്ടി വെളിപ്പെടുത്തുകയുമില്ല, അത് ആ സമയത്ത് നിങ്ങൾ കണ്ടോ, ഇങ്ങനെ ഒരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഉഴപ്പൻ സമീപനമാണ്. സൈനിക വിദഗ്ധരുടെയും US സുരക്ഷാ വിദഗ്ധരുടെയും ഒക്കെ അഭിപ്രായത്തില് റഷ്യ ആണവായുധം പ്രയോഗിച്ചാൽ അമേരിക്കയും സഖ്യകക്ഷികളും ചെയ്യാൻ സാധ്യതയുള്ള പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, കടുത്ത പരമ്പരാഗത സൈനിക ആക്രമണം ചിലപ്പോൾ നടന്നേക്കാം. അമേരിക്ക നേരിട്ട് ഇതിൽ ഇടപെടുമോ എന്ന് അപ്പോഴും വ്യക്തമല്ല. അമേരിക്ക ഇടപെട്ടില്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോ ഒക്കെ ഇടപെടാൻ സാധ്യതയുമുണ്ട്. അമേരിക്ക നേരിട്ട് ഇടപെടുകയാണെങ്കിൽ അത് വേറെ ലെവലിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ശക്തമായ സാധാരണ ആക്രമണങ്ങൾ, റഷ്യക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം ആക്രമണങ്ങൾ റഷ്യയുടെ ഉള്ളിൽ കയറി ഇറാനിലൊക്കെ നടത്തിയതുപോലെ നടത്താനൊരു ശ്രമമായിരിക്കും നാറ്റോ രാജ്യങ്ങൾ നടത്തുക. തിരിച്ചൊരു ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ അത് വലിയ ആണവ യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അതിന് അമേരിക്ക മുതിരാൻ സാധ്യതയില്ല എന്നാണ് കരുതപ്പെടുന്നത്. ആഗോളതലത്തിൽ റഷ്യയെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്താൻ അതിലൂടെ കഴിയുകയും ചെയ്യും. ആണവായുധ പ്രയോഗം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമായതിനാൽ ഇതുവരെ റഷ്യയെ പരസ്യമായി എതിർക്കാത്ത രാജ്യങ്ങളെ പോലും റഷ്യക്കെതിരെ തിരിക്കാൻ അമേരിക്കയ്ക്ക് ഈ ഒരു സാഹചര്യത്തിൽ കഴിയും. അതായത് ഇന്ത്യ, ചൈന പോലെയുള്ള രാജ്യങ്ങളെ. റഷ്യയുമായിട്ടുള്ള എല്ലാത്തരം വ്യാപാരങ്ങളും പൂർണ്ണമായി നിരോധിക്കാൻ ലോക രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയ്ക്ക് എളുപ്പമാണ്. പിന്നെ കാരണം റഷ്യ ആണവായുധം പ്രയോഗിച്ചാൽ ആ കാരണം പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയും ചൈനയും ഒക്കെ പ്രതിരോധത്തിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്ത് ന്യായം പറയാനുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാനൊന്നുമില്ല എന്നതാണ് വാസ്തവം. ഇതുവരെ നൽകാൻ മടിച്ച അതീവ മാരകമായ ദീർഘദൂര മിസൈലുകളും യുദ്ധവിമാനങ്ങളും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകളും എല്ലാം യുക്രൈൻ അമേരിക്ക നിയന്ത്രണങ്ങളില്ലാതെ നൽകും. റഷ്യയുടെ ഉള്ളിലോട്ട് നേരിട്ട് ആക്രമണം നടത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകും. റഷ്യയിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം അവർക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ തുടർക്കഥയാവുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പലപ്പോഴും എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് കഴിയാതെ വരുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം റഷ്യക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ ഇനിയും എന്തിന് മടിക്കണം, ആണവായുധം ഉപയോഗിക്കണം എന്ന തരത്തിൽ റഷ്യൻ മാധ്യമങ്ങളും ജനങ്ങളുമൊക്കെ വലിയ പ്രഷർ ഭരണകൂടത്തിന് മേൽ ചെലുത്തുന്നുണ്ട്. അമേരിക്ക ആണവായുധം ഉപയോഗിച്ചല്ലേ രണ്ടാം ലോക മഹായുധം നിർത്തിയത്?
ജപ്പാൻ അതോടെയല്ലേ ഒതുങ്ങിയത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. നമുക്കും യുക്രൈനെ ഒതുക്കാൻ, ഈ യുദ്ധം നിർത്താൻ ആണവായുധം ഉപയോഗിക്കാം. നമ്മൾ ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾ അതോടെ യുദ്ധം നിർത്താൻ യുക്രൈനെ പ്രേരിപ്പിക്കും എന്നൊക്കെയുള്ള തരത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ്. ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 100 കിലോ ഭാരമുള്ള, ടൺ ഭാരമുള്ള ബോംബുകളാണ് ഇപ്പോൾ റഷ്യ യുക്രൈനിൽ വർഷിക്കുന്നത്. റഷ്യക്ക് നല്ല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെ നേരിടാൻ വേണ്ടിയിട്ട് അവര് വലിയ ആക്രമണത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചന. ഇതുവരെ കണ്ട പോലെ അല്ല ഇനി കാര്യങ്ങൾ അങ്ങോട്ട്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സമയം കിട്ടി. യുക്രൈൻ റഷ്യയുടെ പോരായ്മകൾ മനസ്സിലാക്കി, വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരുടെ യുദ്ധതന്ത്രങ്ങൾ മാറ്റി. അത് മാത്രമല്ല, ഈ ഡ്രോൺ നിർമ്മാണത്തിലും ഉൽപാദനത്തിലും ഉപയോഗിക്കുന്ന കാര്യത്തിലും യുക്രൈനിലെ സൈന്യം ഇന്നും മികവ് കാണിക്കുകയാണ്, വളരെ മികച്ച രീതിയിൽ. കാരണം അവർക്ക് മറ്റു വഴികളില്ല. ഈ ഒരു വഴിയും ഗതിയും ഇല്ലാതെ വരുമ്പോൾ പല സമയത്തും മനുഷ്യൻ പരിമിതികൾക്കുള്ളിൽ നിന്ന് മികച്ച പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും. അതാണ് ഉക്രൈനിൽ കാണുന്നത്. അവരവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച രീതിയിൽ ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്ത് റഷ്യയുടെ ഹൈ വാല്യൂ അസറ്റ്സ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് റഷ്യക്ക് ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതൊന്നുമല്ല. അപ്പോൾ വ്ളാഡിമിർ പുടിന് മേൽ ഇപ്പോൾ വലിയ സമ്മർദ്ദമുണ്ട്. റഷ്യ ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ എന്തും സംഭവിക്കാം. അതോടെ ചിലപ്പോൾ യുദ്ധം നിൽക്കാം. ഇനി അമേരിക്ക ഇടപെടുകയാണെങ്കിൽ യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നതിലേക്ക് നയിക്കും. 5000-ലധികം ആണവായുധമുള്ളൊരു രാജ്യമാണ് റഷ്യ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.